മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന. കൃഷ്ണ 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 കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോട് കാണണം മനസ്സി ഗോപബാലനെ കേളിയാടി വനവേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണന കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം.
സുഖത്തിലും ദുഃഖത്തിലും നിർവികാരരായിരിക്കുവാൻ സമഭാവനയുള്ളവർക്കേ കഴിയൂ. വസുദേവർ ആ സമഭാവനയ്ക്കുടമയാണ്. ആകാശഭാഷിതം കേൾക്കവേ ആക്രോശിച്ച് വാളോങ്ങി നിന്ന കംസന് താൻ നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിനു വേണ്ടി സത്യവാദിയായ വസുദേവർ തൻ്റെ ആദ്യ സന്താനത്തെ ജനിച്ച മാത്രയിൽ തന്നെ കംസകരങ്ങളിൽ ഏൽപ്പിച്ചു. ആര്യവസുദേവരുടെ ആ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കംസചിത്തം പോലും ആടിയുലഞ്ഞു. വേണമെങ്കിൽ കണ്ട മാത്രയിൽ തന്നെ തൻ്റെ സോദരീപുത്രനെ വധിച്ചെറിയാമായിരുന്നു കംസന്. പക്ഷേ ആ ആസുരചിത്തത്തിലും ആര്യവസുദേവരുടെ ദൃഢനിശ്ചയം ധർമ്മസങ്കടത്തിൻ്റെ അലകൾ ഇളക്കിവിട്ടു. എന്തു ചെയ്യണം ആ സോദരീസുതനെ? പതറിപ്പോയ കംസരാജൻ ഒരു തീരുമാനത്തിനു വേണ്ടി അന്നാദ്യമായി രാജഗുരുവിൻ്റെ വചനങ്ങൾക്ക് കാതോർത്തു. സങ്കീർണമായ ആ ഭാഗവത കഥാസന്ദർഭത്തിൽ നിന്നും കൃഷ്ണകൃപാസാഗരത്തിൻ്റെ പുതുസർഗത്തിലേക്ക്. സ്വാഗതം. ദേവകീ ദേവിയുടെ കടിഞ്ഞൂൽ കുഞ്ഞ് പറഞ്ഞ വാക്കു നാം പാലിക്കുന്നു. ഇതാ കടിഞ്ഞൂൽ കുഞ്ഞ് പുത്രൻ അല്ലേ? അതെ. സോദരിയുടെ പ്രഥമ സന്താനം, നമ്മെ മാതുലിൽ നിന്ന് വിളിക്കാൻ ആദ്യം പിറന്നവൻ. രാജഗുരു അരുളി ചെയ്താലും പ്രഭു. ദേവകിയുടെ അഷ്ടമ സന്തതി നമ്മെ നിഹനിക്കുമെന്നായിരുന്നല്ലോ അശരീരി. ഇവൻ പ്രഥമപുത്രൻ. വസുദേവർ നൽകിയ വാഗ്ദാന പ്രകാരം നമുക്കിവനെ എന്തും ചെയ്യാം. ജീവിക്കാൻ അനുവദിക്കാം, വധിക്കാം. ഗുരു, അങ്ങ് തന്നെ പറയൂ, എന്ത് ചെയ്യണം ഇവനെ? നാം അതനുസരിക്കാം. സോദരിയെ എന്ന പോലെ ഈ സോദരീ സുതനെയും അങ്ങയുടെ കാരുണ്യത്താൽ ജീവിക്കാൻ അനുവദിക്കണം. അതെ, അതുതന്നെയാണ് ശരി. ഇവനെ നാം എന്തിനു ഭയക്കണം? അഷ്ടമസന്തതി പിറക്കട്ടെ. അന്നാരുടെയും അഭിപ്രായങ്ങൾ ആരായാൻ കംസൻ തയ്യാറാവില്ല. അവിടെ കംസഹിതം മാത്രം. ഇന്ന് ആചാര്യഹിതം നാം അനുസരിക്കുന്നു. ശരിയല്ലേ അക്രൂരരെ? ഉവ്വ്, ഇതുകൊണ്ട് അങ്ങയുടെ മഹത്വം 10 മടങ്ങേറി. വസുദേവരെ, നാം എന്തുകൊണ്ടാണ് ആചാര്യഹിതം അനുസരിക്കുന്നതെന്നറിയാമോ? അങ്ങയുടെ ഹൃദയ നിർമ്മലത്വം, വാക്കുപാലിക്കാൻ കാട്ടിയ സത്യസന്ധത, സ്വപുത്രനെ പിറന്ന വേളയിൽ തന്നെ ശപഥ സാഫല്യത്തിനായി സമർപ്പിക്കാൻ കാട്ടിയ മനോധൈര്യം. കൊണ്ടുപോയിക്കോളൂ. അങ്ങയുടെ കൊട്ടാരത്തിൽ അവൻ വളരട്ടെ. സോദരി ദേവകി അവനെ ലാളിക്കട്ടെ. വൈകണ്ട, പൊയ്ക്കോളൂ. നന്ദി മഹാരാജൻ, നന്ദി. അങ്ങ് ദീർഘായുഷ്മാനാകട്ടെ. ചെന്നാലും സോദരിയുടെ മനസ്സ് ഏറെ നേരം വ്യാകുലപ്പെടേണ്ട. തിരിച്ചേൽപ്പിച്ചു.
തന്നു നിന്നെ. നമുക്കിവനെ വളർത്തി ലോകമാദരിക്കുന്ന മഹാത്മാവാക്കണം. എന്തു പേര് വിളിക്കണോ ഇവനെ? നാമകരണം ചെയ്യേണ്ടത് ആചാര്യന്മാർ. എങ്കിലും നമുക്കിവൻ കീർത്തിമാൻ. കീർത്തിമാൻ, കീർത്തിമാൻ, കീർത്തിമാൻ. കൃഷ്ണകൃപാസാഗരം, കൃഷ്ണകൃപാസാഗരം. നാരായണ നാരായണ. നാരായണ നാരായണ. നാരായണ നാരായണ. സ്വാഗതം മഹാമുനെ. സ്വാഗതം. നമോ വാഗം. അങ്ങ് ആഗതനാകാൻ കാലമായി എന്ന് നമുക്കറിയാമായിരുന്നു. അങ്ങയുടെ അവതാരകാലത്തിന് അസാരം അമാന്തം വരുമോന്നൊരാശങ്ക. ഇவ்விധം ആലോചിക്കുന്നതിന് എന്താണ് മഹാമുനെ നിമിത്തം? അത് ഭഗവാനും അറിവുള്ളതാണല്ലോ. കംസരാജൻ ദേവകീ ദേവിയുടെ പ്രഥമ സന്താനത്തെ തിരികെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ വസുദേവർക്ക്. അതിന് ശിശുവദനം കണ്ടപ്പോൾ ആർദ്രമായി പോയോ കംസചിത്തം? ഇതങ്ങനെ തുടർന്നാൽ നാരായണ നാരായണ. കംസനിൽ ശിശുവധ ചിന്ത അസ്തമിച്ചേക്കില്ലേ മഹാവിഷ്ണു? അത് സംഭവിക്കാതിരിക്കാനുള്ള മാർഗം നാം ഉപദേശിച്ചു തരണോ ദേവർഷിക്ക്? എല്ലാം നമുക്കിപ്പോൾ വ്യക്തം. നാം ഇതാ പുറപ്പെടുകയായി കംസ സവിധത്തിലേക്ക്. വിജയീ ഭവ. നാരായണ നാരായണ. രഥങ്ങൾ അതിവേഗം പൂർത്തിയായേ തീരൂ. സേനാപതി, ഇതുകൂടിയായാൽ നമ്മുടെ രഥസൈന്യം എത്രയാകും? 8 ലക്ഷത്തോളം പ്രഭു. രഥയോദ്ധാക്കളുടെ പരിശീലന കളരി മുറക്കി നടക്കുന്നില്ലേ? ഉവ്വ് പ്രഭു. അശ്വാലയത്തിനരികിൽ സ്ഥലം തീരെ പോരാ. അതേ ഉള്ളൂ ഒരു കുറവ്. വെട്ടിത്തെളിക്കണം കുറെ കൂടി സ്ഥലം. അതിന് വേറെ ആളുകൾ വേണ്ട. അശ്വഭടന്മാർ തന്നെയുണ്ടല്ലോ പരസഹസ്രം. അവരെ കൊണ്ട് തന്നെ കുറെ കൂടി കാട് തെളിപ്പിച്ചെടുക്കണം. കൽപ്പന പോലെ. പിന്നെ ആനപ്പന്തിയിൽ ചമയം തീർക്കാമെന്ന മഗധക്കാർ പണി തീർത്ത് പോയി കഴിഞ്ഞിട്ടില്ലെന്ന് കേട്ടു. പൊന്നിലാണ് നെറ്റിപ്പട്ടത്തിലെ ഗോളകൾ തീർക്കുന്നത്. അത് ചെയ്തു കിട്ടാനുള്ള താമസം. ശരി, ഒക്കെ വേഗമാക്കണം. ഉവ്വ്. കണ്ണു വേണമെങ്കും. ശരി പ്രഭു. ആയുധപ്പന്തിയിൽ ഗുരുവാരത്തിന് നാം സന്ദർശനം നടത്തുന്നുണ്ട്. കൽപ്പന പോലെ. നാരായണ 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 നാരായണ. കംസ മഹാരാജാവ് വിജയീ ഭവ. നമോ വാഗം. സഹസ്രകോടി പ്രണാമം. കംസരാജധാനി ധന്യമായി. മഹാരാജാവേ, നാം ഒരൽപ്പം ഭയത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങയുടെ ഭടന്മാർ നമ്മുടെ നാരായണ ജപം ശ്രവിച്ച് നമ്മെ തടങ്കലിലാക്കുമോ എന്നൊരു ഉൾഭയം. മഹാപരാധം പറയരുത് മുനി. പൗരന്മാർക്കുള്ള നിയമങ്ങൾ അങ്ങേക്കെങ്ങനെ ബാധകമാകും? വിവേകം നഷ്ടപ്പെട്ടിട്ടില്ല. നാരായണ നാരായണ. പക്ഷെ ഒന്നോർത്താൽ വിവേകം അസാരം നഷ്ടമായിട്ടുമുണ്ട്. അങ്ങ് ഉദ്ദേശിച്ചത് പറയാം.
കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം വിവേകം നഷ്ടപ്പെട്ടിട്ടില്ല. നാരായണ നാരായണ. പക്ഷെ ഒന്നോർത്താൽ വിവേകം അസാരം നഷ്ടമായിട്ടുമുണ്ട്. അങ്ങ് ഉദ്ദേശിച്ചത്? പറയാം. യുവരാജാവ് മഹാരാജാവായ വാർത്തയറിഞ്ഞു. നന്നായി. അധികാരം ഭിക്ഷ പോലെ സ്വീകരിക്കാൻ കാത്തു നിൽക്കാതെ കവർന്നെടുത്തത് വീരോചിതം. മഹാമുനിയായ അങ്ങയിൽ നിന്നും ഇത് കേൾക്കാനായത് നമ്മുടെ മഹാഭാഗ്യം. ഭാഗ്യം. അതിനും ദൃഢനിശ്ചയങ്ങൾ വേണം. അതാണ് നാം പറഞ്ഞു വന്നത്. അങ്ങ് അവിവേകം പ്രവർത്തിച്ചു. എന്തവിവേകം? നാരായണ ജപം വിലക്കിയതോ? അതോ താതമഹാരാജനെ ഗൃഹബന്ധനത്തിലാക്കി സിംഹാസനമേറിയതോ? അല്ല, അതൊന്നുമല്ല. കേട്ടൊരു അശരീരിയില്ലേ, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതിരുന്നത് അവിവേകം. അങ്ങയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ സ്ത്രീഹത്യ, അതിന്റെ പാപങ്ങൾ ഓർമ്മിപ്പിച്ചു വസുദേവർ. പിന്നെ ഏതൊരാൾക്കും വഴങ്ങാൻ പാകത്തിലൊരു ശപഥവും. അതാ നാം പിന്തിരിഞ്ഞത്. എന്നിട്ട് ശപഥം പാലിച്ചോ വസുദേവർ? പാലിച്ചു. കൈകളിൽ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നു കടിഞ്ഞൂൽ കുഞ്ഞിനെ. വാക്കുപാലിക്കാനുള്ള മനസ്ഥൈര്യമോർത്ത് ആചാരഹിതങ്ങൾക്ക് വഴങ്ങി നാം. അനുചിതമായോ മഹാമുനെ ആ കർമ്മം? അതിനുത്തരം പറയാൻ നാം ആളല്ല. അഷ്ടമപുത്രനല്ലേ നമ്മുടെ അന്തകൻ? പിന്നെന്തിന് നാം പ്രഥമപുത്രനെ ഭയക്കണം? നാരായണ നാരായണ. അങ്ങൊന്നറിയുക, ആകാശഭാഷിതം സത്യം. കേട്ടതുപോലെ തന്നെ സംഭവിക്കും. അകക്കണ്ണാൽ നാം അറിയുന്ന നേര് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഭയക്കരുത്. ഭയമോ? ഭോജാധിപനോ? അങ്ങ് പറയണം. കംസരാജൻ, സോദരി ദേവകിയിൽ പിറക്കുന്ന അഷ്ടമപുത്രൻ ലക്ഷ്മീപതിയായ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. നാരായണമൂർത്തി, പരമാത്മാവ്. സത്യമാണോ? സത്യമാണോ അങ്ങീ പറയുന്നത്? അതെ, നാം അറിയുന്ന സത്യം അതാണ്. നാരായണ നാരായണ. ഇല്ല ഇല്ല, നമ്മെ വധിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. കംസരാജൻ, അങ്ങങ്ങനെ വിശ്വസിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അസുരകുലം കണ്ട മഹാസുരനായ കാലനേമി കഥകളിൽ അങ്ങ് കേട്ടിരിക്കാം. കംസമഹാരാജൻ, കരുത്തിന്റെ ആൾരൂപം ധരിച്ച ആ അസുരന്റെ അനന്തര അവതാരമാണ് അങ്ങ്. കാലനേമി മഹർഷേ, പൂർവാവതാര കഥനത്തിന് വിശിഷ്യ നമോഭാഗം. ഒന്നറിഞ്ഞാലും കാലനേമിയാണ് പൂർവാവതാരമെങ്കിൽ കാലനെ തോൽപ്പിക്കുന്ന മഹാചക്രവർത്തിയാക്കി മാറ്റും നാം ഈ ജന്മം. കൊല്ലാൻ അവതരിക്കാൻ പോകുന്നത് മഹാവിഷ്ണു എന്നല്ലേ പറഞ്ഞത്? ദേവദേവന്റെ അന്ത്യം ഈ കരങ്ങളാൽ. പിന്നെ ദേവലോകം പോലും കീഴടക്കും ഈ കംസൻ. ഗംഭീരമായിരിക്കുന്നു. ഉഗ്രരൂപിയായൊരു ഭൂപതിയുടെ ഉചിതമായ ഇംഗിതം. അങ്ങ് ദേവനിശ്ചയങ്ങളെ പിന്തുടരേണ്ടവനല്ല, സ്വന്തം ഇഷ്ടങ്ങളെ ഊട്ടി വളർത്തേണ്ടവൻ. സ്വന്തം വിധി സ്വയം എഴുതാൻ പോന്ന മഹാതിശയം. നേരല്ലേ അങ്ങീ പറഞ്ഞത്? കംസരാജൻ, ഒരു കാര്യം, അങ്ങ് ഈ പറഞ്ഞതാണ് മാർഗമെങ്കിൽ ആകാശഭാഷിത ശേഷമുള്ള അങ്ങയുടെ പ്രവൃത്തികളിൽ ഒരു പുനരാലോചന അത് വേണ്ടതല്ലേ? എന്താണ് ദേവർഷി ഉദ്ദേശിക്കുന്നത്? നാരായണ നാരായണ. അഷ്ടമപുത്രൻ അങ്ങയുടെ അന്തകൻ, അതല്ലേ അശരീരി? ആരാണ് അഷ്ടമൻ? ദേവലോകത്തിന്റെ നിശ്ചയമനുസരിച്ച് ആരാണ് അഷ്ടമൻ? എട്ടാമന ഒന്നാമനെന്നെണ്ണിയാൽ ആദ്യപുത്രൻ അഷ്ടമപുത്രനാകില്ലേ? രണ്ടാമന ഒന്നാമനായി എണ്ണിയാലും ഒന്നാമൻ അഷ്ടമപുത്രൻ. മൂന്നാമന ഒന്നാമനെന്നെണ്ണിയാൽ രണ്ടാമൻ അഷ്ടമപുത്രൻ. നാലാമനെങ്കിൽ മൂന്നാമൻ അഷ്ടമസന്താനം. ദേവഗണിതത്തിന്റെ കുസൃതി. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും അഷ്ടമപുത്രന്മാർ. അങ്ങെന്താണ് ഈ പറയുന്നത്? സാധ്യതകൾ. എന്താ ഇപ്പൊ ഭയം തോന്നുന്നുണ്ടോ? ഇല്ല. ഗണിതത്തിന്റെ കുസൃതികൾക്ക് മുന്നിൽ ശിരസ് കുനിക്കാൻ ഒരുങ്ങില്ല കംസൻ. കൊല്ലും. ദേവകീസുതന്മാരെ ഒന്നില്ലാതെ കൊല്ലും. പിറന്ന മാത്രയിൽ കൊന്നെറിഞ്ഞാൽ പിന്നെ
ആരന്തകനാകും നമ്മുടെ? കംസൻ കാലനേമിയുടെ പുനരവതാരം എന്നതുപോലെ നന്ദഗോപരും യശോദയും ഗോകുലത്തിലെ ഗോപന്മാരും ഗോപികമാരും എല്ലാം ദേവാംശ സംഭവന്മാരാണ്. അങ്ങനെ പരോക്ഷമായി മധുരയിൽ അരങ്ങേറുന്നത് ദേവാസുരയുദ്ധം തന്നെയാകുന്നു. അധർമ്മത്തിനുമേൽ ധർമ്മത്തിൻ്റെ അണിചേരൽ.